റേഷൻ മസ്റ്ററിംഗിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കർശന നിലപാടിലാണെന്ന് മന്ത്രി GR അനിൽ. പ്രയാസമുള്ളതിനാലാണ് സംസ്ഥാനം മസ്റ്ററിംഗ് നീട്ടിവെച്ചത്. നിലവിൽ സോഫ്റ്റ്വെയറിൽ സാങ്കേതിക തടസ്സമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും റേഷൻ വാങ്ങാനുള്ള തിരക്ക് കുറയുമെന്ന് പരിഗണിച്ചാണ് തുടർ നടപടിയെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം റേഷൻ വ്യാപാരികൾക്ക് ഉത്സവബത്ത നൽകാനുള്ള പണം അനുവദിച്ചതായി മന്ത്രി അറിയിച്ചു. ഓണത്തിന് മുൻപ് 50 കോടി രൂപ അനുവദിച്ചെന്നും പണം കിട്ടാത്തതിൽ സമരത്തിലേക്ക് പോകേണ്ട അവസ്ഥ വരില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. മസ്റ്ററിംഗ് നടത്തേണ്ടി വന്ന സാഹചര്യം നിങ്ങൾക്ക് അറിയുന്നത് പോലെ കേന്ദ്ര ഗവൺമെന്റ് കർശന നിലപാടിലാണ്. മുൻഗണനാ കാർഡുകാർ മസ്റ്ററിംഗിൽ പങ്കെടുത്തേ മതിയാവും. ജൂലൈ മാസം നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മാസത്തോടുകൂടി മസ്റ്ററിംഗ് നിർബന്ധമായും പൂർത്തീകരിക്കണമെന്നതാണ് അവരുടെ നിലപാട്. അത്തരം സാഹചര്യത്തിൽ NIC-യുമായും സെർവറുമായി ബന്ധപ്പെട്ട ഓപ്പറേറ്റിംഗ് മേഖലകളിലെ എല്ലാ തലത്തിലുമുള്ള ഉദ്യോഗസ്ഥരുമായി പലതവണ ഇതിനിടയിൽ ചർച്ച നടത്തി. ആ ചർച്ചയിൽ പല പരീക്ഷണങ്ങളും ഞങ്ങൾ അവർക്ക് അവസരം നൽകി. ആ പരീക്ഷണങ്ങൾ കഴിഞ്ഞതിന് ശേഷം അത് പെർഫെക്റ്റ് ആണ്, അതിനൊരു സാങ്കേതിക തകരാറുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള ഉറപ്പാണ് ലഭിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട നമ്മളുമായി ഏറ്റവും അടുത്ത് സഹകരിച്ച് നിൽക്കുന്നവർക്കുള്ള കുടിശ്ശിക കൊടുക്കുന്നതിന് ആ സമയത്ത് കഴിഞ്ഞില്ല. എന്നാൽ ഓണം കഴിഞ്ഞുള്ള തൊട്ടടുത്ത ദിവസം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും. 50 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ മാധ്യമങ്ങളിൽ വന്നതാണല്ലോ, പക്ഷേ നടപടികൾ കുറച്ച് കാലതാമസം ഉണ്ടായി. അതാണ് കാരണം.